പരീക്ഷാക്രമക്കേടിലെ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ CBSE PR ചെയ്യാൻ അധ്യാപകർക്ക് നിർദ്ദേശം. പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തെ പിന്തുണച്ച് വീഡിയോ നിർമ്മിക്കാനാണ് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ഉണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ PR വർക്ക് ചെയ്യാനൊക്കെ അധ്യാപകരെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇനി ഈ PR വർക്ക് കൊണ്ടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണോ CBSE കരുതുന്നത്? എന്താണോ ഉദ്ദേശം? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും അധ്യാപകരോടും അതോടൊപ്പം വിശിഷ്യ അതിൻ്റെ പ്രധാന അധ്യാപകരോടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിനായി ഒരു ടൂൾ കിറ്റ് തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് വീഡിയോ ഉണ്ടാക്കുക, റീൽ ഉണ്ടാക്കുക, അതായത് OSM എന്ന് പറയുന്ന രീതി കുറ്റമറ്റതാണ്, മികച്ചതാണ് എന്ന നിലയിലെല്ലാം അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ റീലുകൾ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക. നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ ആർക്കും വിജയിച്ച് കയറാം, ഈ രീതിക്ക്, ഈ പരിശോധനാ രീതിക്ക് യാതൊരു തകരാറുമില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള റീലുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ അധ്യാപകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. പ്രധാനമായും കേന്ദ്രീയ വിദ്യാലയങ്ങളിലെയും ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെയും അധ്യാപകർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഈ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. CBSE ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. തങ്ങൾ ആരോടും PR പറയാൻ അല്ലെങ്കിൽ PR ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്നാണ് CBSE പറയുന്നത്. പക്ഷേ ഈ പുറത്തു വന്ന വീഡിയോകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെ എല്ലാവരും പറയുന്നത് ഒരേ വാക്കുകൾ, ഒരേ സെന്റൻസുകൾ, ഒരേ ക്രമത്തിലുള്ള വാക്യങ്ങൾ എന്നിങ്ങനെയാണ്. അവരുടെ ആ പറയുന്ന ടെക്സ്റ്റ് അടക്കം, ആ സ്ക്രിപ്റ്റ് അടക്കം കൃത്യമായി ഒരേ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഇൻസ്റ്റഗ്രാം, X മുതലായ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനോടകം തന്നെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. OSM രീതിക്ക് യാതൊരു തകരാറുമില്ല, കുപ്രചരണമാണ് നടക്കുന്നത്, നന്നായി പഠിച്ചാൽ, നന്നായി അധ്വാനിച്ചാൽ നല്ല ഫലം ലഭിക്കുമെന്ന തരത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും CBSE ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് ഒരൊറ്റ കേന്ദ്രത്തിൽ വന്ന ഒരേ രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഇത് ആരുടെ തലയിൽ തെളിഞ്ഞ ബുദ്ധിയാണ് എന്നത് മാത്രമാണ്. നേരത്തെ 14 ദിവസത്തെ ഈ വീഴ്ച സംഭവിച്ച് 14 ദിവസത്തിന് ശേഷമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പോലും തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നത്. എന്തായാലും നീറ്റിന് പിറകെ CBSEയും വലിയ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് തന്നെ വലിയ രീതിയിലുള്ള നാണക്കേട് സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സമ്മർദ്ദം വിദ്യാഭ്യാസ മന്ത്രിക്ക് മേൽ ഉണ്ടാവുകയുമാണ്. നൽകിയെന്ന് വിഷ്ണു നേരത്തെ പറഞ്ഞല്ലോ, അതെന്താണ് നൽകിയിട്ടുള്ളത്? അതായത് ഇതിൽ ഒരു ഫോൾഡറുകൾ ഇവർക്ക് ലഭിക്കുന്നതായി, അതായത് ഈ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർക്ക് ഒരു ഫോൾഡറുകൾ ലഭിക്കുന്നു. ആ ഫോൾഡറിൽ പ്രധാനമായും ഉള്ളത് ഇത് സംബന്ധിച്ച സ്ക്രിപ്റ്റുകൾ, അതോടൊപ്പം തന്നെ ഈ OSM രീതി അല്ലെങ്കിൽ OSM എന്ന് പറയുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയണമെന്നത് സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട FAQകൾ, അതായത് സ്വാഭാവികമായി ഉയർന്നു വരാവുന്ന കമൻറ്റുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ചോദ്യങ്ങളായോ ഉയർന്നു വരാവുന്ന അവയ്ക്കുള്ള മറുപടികൾ തുടങ്ങിയ വിശദീകരണങ്ങൾ, ഇവയെല്ലാം അടങ്ങിയ ഒരു ഫോൾഡറുകൾ ഈ അധ്യാപകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിൽ വീഡിയോ ഉണ്ടാക്കി ഇടുക മാത്രമല്ല, അതിലൂടെ ഈ തങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളുമായി സംവദിക്കുക, അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും എന്ത് മറുപടി നൽകണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിനുള്ള ഒരു രേഖകളെല്ലാം ഉണ്ടാക്കി അവർക്ക് നൽകുക എന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്തായാലും പോയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ആരാണ് ഇത് നൽകിയത് എന്ന് സംബന്ധിച്ചുള്ള തർക്കം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കാരണം CBSE തങ്ങൾ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഔദ്യോഗിക ഹാൻഡിലൂടെയോ അല്ലെങ്കിൽ അവരുടെ വാർത്താക്കുറിപ്പിലൂടെയോ ഇത് നിഷേധിച്ചിട്ടില്ല. പക്ഷേ CBSEയുടെ ഉന്നത വൃത്തങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളോട് അനൗദ്യോഗികമായി പറഞ്ഞത് പോലും തങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ല ഇത്തരം വീഡിയോകൾ വരുന്നത് എന്നാണ്. പക്ഷേ സാമ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നതിൽ സാമ്യത ഉണ്ടായിരിക്കാം. പക്ഷേ ഒരേ വാക്കുകൾ, ഒരേ വാക്യങ്ങൾ, അത് വെച്ചിരിക്കുന്ന രീതി, അതായത് വാക്യങ്ങളുടെ ഘടന എന്നിവ ഉൾപ്പെടെ ഒരുപോലെ ഇരിക്കുന്നത് കൃത്യമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് ലഭിച്ചിട്ടുണ്ട് എന്നത് വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ അത് ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ അല്ലേ? ഉർവശി തിയേറ്റേഴ്സിന്റെ ഉടമയും പ്രധാന നടനും ഞാനാണ് എന്ന് നല്ലോണം തള്ളിക്കൊള്ളണം എന്ന് പറഞ്ഞതുപോലെയായി CBSE വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിറ്റൊക്കെ കൊടുത്ത് അതിലുള്ള എന്തൊക്കെയാണ് വീഡിയോ ചെയ്യാനായി വേണ്ടത്, അമ്മാതിരി ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഒരു ഫോൾഡർ നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. വിഷ്ണു പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.